ഏതാണ്ട് 72 വയസ്സോളം ഇതിന് പ്രായം കാണും. അതുപോലെ തന്നെ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് ഇങ്ങനൊരു സംഘടന ഉണ്ടെന്നും അതിൽ ഹമീദ് അവിടെ പഠിച്ച ആളല്ലേ, ഞാൻ ആ നമ്പറൊന്ന് നമ്മളുടെ ഇപ്പോഴുള്ള ജനറൽ സെക്രട്ടറി കൊടുക്കട്ടെ എന്ന് ആവശ്യപ്പെട്ടതും എൻ്റെ ചെറുപ്പകാല കളി കൂട്ടുകാരനും എൻ്റെ അയൽവാസിയും സുഹൃത്തുമൊക്കെയായിരുന്ന PM ഷറഫുദ്ദീനാണ്. നിങ്ങൾക്കറിയാം, കലാഭവൻ അൻസാറിൻ്റെ മൂത്ത സഹോദരൻ. അദ്ദേഹമാണ് എന്നെ ആദ്യമായി വിളിച്ചത്. അദ്ദേഹം വിളിച്ചിട്ടുണ്ടെങ്കിൽ അമീത് അവിടെ സ്റ്റുഡൻ്റല്ലേ, ഞാൻ പറഞ്ഞു അതെ ഇങ്ങനൊരു സംഭവം ഉണ്ട് അമീത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നൊരു കാര്യം അതിൻ്റെ ആരാണ് അതിൻ്റെ നേതൃത്വം വഹിക്കുക വെച്ചാൽ അവരുടെ നമ്പർ എനിക്ക് തന്നാൽ ഞാൻ അവരുമായി ബന്ധപ്പെട്ടുകൊള്ളാം. അദ്ദേഹം എനിക്ക് ഈ നമ്പർ തരികയും ജനാബ് സെയ്ദ് അലി സാഹിബുമായി ഞാൻ സംസാരിക്കുകയും അദ്ദേഹം എന്നെ അതിലേക്ക് പങ്ക് ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ 64 പോയ ഒരു അനുഭവമാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉണ്ടായത്. കാരണം അന്ന് കൂടിയ ആ കൂട്ടുകാർ അപൂർവമുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് എൻ്റെ പ്രായത്തിലുള്ളവരാണ് ഇവിടെ വളരെ കുറവാണ് കാണുന്നത്. അപ്പോൾ ഒരു 5-6 ആൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. പക്ഷേ എന്നാലും ബാക്കിയുള്ളവരെല്ലാവരെയും കണ്ട ഈ അവസരത്തിൽ അവരെ കാണുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1964 വന്ന ഒരു അനുഭവം എനിക്കുണ്ടാകുന്നത്. അപ്പോൾ തുടർന്ന് ഈ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ സഹകരണവും എൻ്റെ ഭാഗത്തുനിന്നും, അതുപോലെ എൻ്റെ സഹോദരൻ ബഷീർ എൻ്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ ആധാരമെഴുത്ത് പരീക്ഷ ടൈമിൽ ഞാൻ അവനെ ക്ഷണിക്കുകയും അതിനകത്ത് വന്ന് പരീക്ഷയ്ക്ക് ഇരുന്ന് പാസ്സാകുകയും 1985 മുതൽ അവനിക്ക് ലൈസൻസ് ലഭിച്ച അന്ന് പോലെ അവൻ്റെ കൂടെ എൻ്റെ ഒരു രണ്ടാമത്തെ മകനുണ്ട് അഷ്കർ എന്ന പേര്. അവനും അതുപോലെ തന്നെ എൻ്റെ കൂടെ ഒന്നിച്ചാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് സ്വന്തമായിട്ട് മതിലകം പ്രദേശത്ത് ഒരു ഓഫീസും ഉള്ളതാണ്. സബ് ഡിവിഷൻ ഓഫീസിൻ്റെ പരിധിയിലാണ് ഞാൻ താമസിക്കുന്നത്. ആരോടും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആർക്ക് എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ സത്യത്തിൽ എൻ്റെ ഫോൺ നമ്പർ വാട്സപ്പിലുണ്ട്. എന്നിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്തെല്ലാം സഹകരണങ്ങൾ വേണ്ടി വന്നാലും ഞാനതിന് പ്രാപ്തനാണ് ചെയ്യുവാൻ. എൻ്റെ ആയുസ്സും ആരോഗ്യവും ഉള്ള കാലത്തോളം ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ക്ഷണിച്ച പ്രത്യേകിച്ച് ഈ കമ്മിറ്റിയുടെ ഭാരവാഹികൾക്കും ഒരുപാട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട